നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനോട് യാതൊരു തരത്തിലും സഹകരണം വേണ്ട എന്ന ഉറച്ച മട്ടിലാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ആക്രമണമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ പാക് പൗരന്മാർ ഇന്ത്യ വിടണമെന്നും ഇന്ത്യ പാക് പൗരന്മാർക്കുള്ള വിസ അനുവദിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടെ പ്രധാനമായും കേട്ട ഒരു പേരാണ് സാർക്ക് വിസ. 1988 ഡിസംബറിൽ ഇസ്ലാമാബാദിൽ നടന്ന 4ാമത്തെ ഉച്ചകോടിയിലാണ് പാകിസ്ഥാനികൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന യാത്രാ സൗകര്യത്തിനായിട്ടുള്ള സാർക്ക് വിസ കൊണ്ടുവരുന്നത്. ഇതുപ്രകാരം സാർക്ക് രാജ്യങ്ങളിൽ നിന്നുള്ള ചില വിഭാഗങ്ങളിലെ വിശിഷ്ട വ്യക്തികൾക്ക് മേഖലകൾക്കുള്ളിലെ വിസകളിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു പ്രത്യേക യാത്രാ രേഖയ്ക്ക് അർഹതയുണ്ട് എന്ന് തീരുമാനിക്കപ്പെടുകയായിരുന്നു. ഇതുപ്രകാരം 1992 മുതലാണ് സാർക്ക് വിസ ഇളവ് പദ്ധതി ആരംഭിച്ചു തുടങ്ങിയത്. നിലവിൽ പട്ടികയിൽ 24 വിഭാഗത്തിലുള്ള അർഹതയുള്ള വ്യക്തികളാണ് ഉൾപ്പെടുന്നത്. ഇതിൽ വിശിഷ്ട വ്യക്തികൾ, ഉന്നത കോടതികളിലെ ജഡ്ജിമാർ, പാർലമെന്റേറിയൻ, മുതിർന്ന ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാർ, പത്രപ്രവർത്തകർ, കായിക താരങ്ങൾ തുടങ്ങിയവരൊക്കെയാണ് ഉൾപ്പെടുന്നത്. 1985 ഡിസംബർ 8 ധാക്കയിൽ സാർക്ക് ചാർട്ടർ ഒപ്പുവെച്ചതോടെയാണ് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ സ്ഥാപിതമാകുന്നത്. നിലവിൽ സാർക്കിൽ 8 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലിദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നതാണ് ആ രാജ്യങ്ങൾ. ആ പ്രത്യേക രാജ്യത്തെ അർഹതയുള്ള വിഭാഗക്കാർക്ക് അതാത് രാജ്യങ്ങളാണ് വിസ സ്റ്റിക്കറുകളായിട്ട് നൽകുന്നത്. വിസ സ്റ്റിക്കറിന്റെ സാധുത സാധാരണയായി 1 വർഷത്തോളം ഉണ്ടാകാറുണ്ട്. സാർക്ക് അംഗരാജ്യങ്ങളുടെ ഇമിഗ്രേഷൻ അതോറിറ്റികളിൽ ഇത് നടപ്പിലാക്കുന്നത് പതിവായി അവലോകനം ചെയ്യാൻ ആളുകളുമുണ്ട്. സാർക്ക് വിസ സ്റ്റിക്കറുകൾ അവരുടെ യാത്ര ഏതെങ്കിലും പ്രത്യേക നഗരങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പാക്കാനും 8 സാർക്ക് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രവേശിക്കുമ്പോൾ പോലീസ് റിപ്പോർട്ട് ചെയ്യൽ, അധിക ഫോമുകൾ പൂരിപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഇവരെ രക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കരാർ കൊണ്ടുവരുന്നത്. വിസ ഇളവ് പദ്ധതിക്ക് പുറമെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ കാര്യങ്ങളിൽ അക്കാദമിക് മേഖലകളിൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതിനായി സാർക്ക് രാജ്യങ്ങൾക്ക് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുമുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ടൂറിസം, കാർഷിക മേഖല എന്നിവയ്ക്ക് സാർക്ക് രാജ്യങ്ങൾക്ക് മറ്റ് സഹകരണങ്ങളൊക്കെയുണ്ട്. എന്നാൽ ഇതിലാണ് ഇപ്പോൾ ഇന്ത്യ ശക്തമായിട്ടുള്ളൊരു മാറ്റം വരുത്തിയിരിക്കുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ചേർന്ന സുരക്ഷാ കാര്യ മന്ത്രിസഭാ സമിതി യോഗത്തിന് ശേഷം സാർക്ക് വിസ ഇളവ് പദ്ധതി പാകിസ്ഥാന് നൽകില്ല എന്നും ഇത് പ്രകാരം പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ വരരുത് എന്നും ഇന്ത്യൻ സർക്കാർ കൃത്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 26ഓളം പേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ചേർന്ന സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരം പാകിസ്ഥാൻ പൗരന്മാരെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചിടുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോയും ഉൾപ്പെടെയുള്ള കമ്പനികൾ തങ്ങളുടെ വിമാന സർവീസുകളിൽ മാറ്റം വരുത്തിയെന്നും അറിയിച്ചിട്ടുണ്ട്. വടക്കേ അമേരിക്ക, UK, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുള്ള വിമാനങ്ങൾ ഇനി മുതൽ ദീർഘിപ്പിച്ച ബദൽ റൂട്ടുകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അത് വർദ്ധിക്കുന്നതിനിടെയാണ് പാകിസ്ഥാന്റെ ഈ ഒരു നടപടി ഉണ്ടായത്. വ്യാഴാഴ്ചയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ വിമാന കമ്പനികൾക്കായി തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചു എന്ന് അറിയിച്ചത്. ഇതിനു പുറമെ വാഗ അതിർത്തി ക്രോസിംഗും അടയ്ക്കുകയും ബന്ധങ്ങളും മറ്റ് വ്യാപാര കാര്യങ്ങളുമൊക്കെ നിർത്തിവെക്കുകയും ഒക്കെ പാകിസ്ഥാൻ ചെയ്തു. ചൊവ്വാഴ്ച പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 2 വിദേശികൾ ഉൾപ്പെടെ 26ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. എയർ ഇന്ത്യ തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് തങ്ങളുടെ യാത്രാ മുന്നറിയിപ്പ് നൽകിയത്. എല്ലാ ഇന്ത്യൻ വിമാന കമ്പനികൾക്കും പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചതിനാൽ വടക്കേ അമേരിക്ക, UK, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള ചില എയർ ഇന്ത്യ വിമാനങ്ങൾ ബദൽ റൂട്ട് സ്വീകരിക്കേണ്ടി വരുമെന്നാണ് അവർ അറിയിച്ചത്. ഞങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള ഈ അപ്രതീക്ഷിതമായിട്ടുള്ള വ്യോമാതിർത്തി അടച്ചുപൂട്ടൽ മൂലം യാത്രക്കാർക്ക് ഉണ്ടായിട്ടുള്ള അസൗകര്യത്തിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ഖേദിക്കുന്നുവെന്നും എയർ ഇന്ത്യ അറിയിച്ചു. എയർ ഇന്ത്യയിൽ ഞങ്ങളുടെ ഉപഭോക്താക്കളുടെയും ജീവനക്കാരുടെയും സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും ഞങ്ങൾ അത് ആവർത്തിക്കുകയാണ് എന്നും എയർ ഇന്ത്യ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. തങ്ങളുടെ വിമാന സർവീസുകളെ ഈ തടസ്സം എങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി യാത്രക്കാർ 01169329333 എന്ന നമ്പറിലേക്കോ
അല്ലെങ്കിൽ 0116929999 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടണം. അതല്ല എങ്കിൽ വെബ്സൈറ്റിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം എന്നും പറയുന്നു. ഇൻഡിഗോ എയർലൈൻസും സമാനമായിട്ടുള്ള ഉപദേശം തന്നെയാണ് പുറത്തിട്ടിരിക്കുന്നത്. തങ്ങളുടെ ചില അന്താരാഷ്ട്ര വിമാന സർവീസുകളെ ഈ ഒരു സാഹചര്യമൊക്കെ ബാധിച്ചേക്കുമെന്ന് ഇൻഡിഗോയും മുന്നറിയിപ്പ് നൽകുന്നു. നിലവിലുള്ള സാഹചര്യവും പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചുപൂട്ടലും കണക്കിലെടുത്ത് ചില അന്താരാഷ്ട്ര വിമാന ഷെഡ്യൂളുകളെ ഇതൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അസൗകര്യം കുറയ്ക്കുന്നതിന് തങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നും ഇൻഡിഗോ തങ്ങളുടെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിക്കുകയാണ് എന്നും ഇൻഡിഗോയും നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ആക്രമണം സംഭവിച്ചതിന് പിന്നാലെ വിമാന സർവീസുകളിൽ അടക്കം വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതേയുള്ളൂ.